ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. നമ്മുടെ ആര്യക്ക് നടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ പാർത്ഥസാരഥി പറയുക കേട്ടോ. ആര്യക്ക് അത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. ആര്യക്ക് മാത്രമല്ല, ശ്യാമളക്കും പത്മക്ക് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. പാർത്ഥസാരഥി പറയുന്നത്, നിങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടി ആലോചിച്ചൊരു തീരുമാനം എടുക്കുക, ഞാൻ അതിനുശേഷം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പാർത്ഥസാരഥി അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും അപ്പോൾ ആ ഒരു പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും ശ്യാമള പറഞ്ഞു, അയ്യോ എന്ത് നല്ല പയ്യനാണല്ലേ, അത് പറയുന്നത് കേട്ടെ എനിക്കിത് വല്ലാത്തൊരു വിശ്വാസം പോലെ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ തൊഴുമ്പോഴേക്കും നമുക്കൊരു ആശ്വാസവും വിശ്വാസവും ഒക്കെ തോന്നില്ലേ, അതുപോലെയാ ആ പയ്യന്റെ സംസാരം, ശരിക്കും പാർത്ഥസാരഥി തന്നെ എന്ന് പറഞ്ഞിട്ട് ആര്യ എടുത്ത് ചോദിക്കണ്ടേ, എടി ഇപ്പൊ നിനക്ക് ഈ പയ്യനെ എങ്ങനെയാടി ആര്യ പരിചയം? അമ്മായി ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ സ്റ്റുഡിയോ പോയപ്പോഴേക്കും വീൽ ചെയർ തെന്നി മാറിപ്പോയെന്ന്, ആ സമയത്ത് രക്ഷിച്ചത് ഈ സാറാ രക്ഷിച്ചത്, ഓ ആ പറഞ്ഞ പുള്ളിക്കാരന് ഇതാണല്ലേ, എന്തായാലും കൊള്ളാം, നല്ലൊരു പയ്യൻ തന്നെ, എന്താ ഒരു മുഖസ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമള അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പത്മ പറയുന്നുണ്ട്, അപ്പൊ ആ ആരാധകൻ ഇതായിരുന്നു അല്ലേ? ഏതാരാധകൻ? അല്ല, ഇടയ്ക്കിടയ്ക്ക് കോൾസും മെസ്സേജൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, അത് വെറുതെ ഒരാളാണ്, നമ്മളെ വട്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ മെസ്സേജ് അയക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കറക്റ്റായില്ലേ, ഇപ്പൊ റിയൽ അല്ലേ, അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമൊന്നും അല്ലാതെ എന്തായാലും കിട്ടിയപ്പോൾ ആര്യേച്ചിക്ക് നല്ല സൂപ്പർ ഭാഗ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ഒന്ന് പോ ആര്യ, എന്നെ കളിയാക്കാതെ എന്ന് പറയണം. ഒന്ന് പോ പത്മ, എന്നെ കളിയാക്കാതെ എന്ന് പറയാട്ടോ. അങ്ങനെ പത്മ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ആര്യ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പാർത്ഥസാരഥിനെ ആദ്യമായിട്ട് കണ്ടതും സംസാരിച്ചതും എല്ലാം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആര്യ കേട്ടോ. ആര്യക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ആര്യക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പാർത്ഥസാരഥിനെ, അതെന്നെ കാര്യം. അങ്ങനെ നമ്മുടെ രാഘവനുണ്ണിയാണ് പിന്നെ കാണിക്കണത്. രാഘവനുണ്ണിയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. വീട്ടിലേക്ക് വന്ന രാഘവനുണ്ണിയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തിൽ അകത്തേക്ക് കയറുന്നുണ്ട്. എടി അഞ്ജലി, അഞ്ജലി, എടി അഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് തന്നെ പേര് വിളിച്ചുകൊണ്ടിരിക്കണം. അഞ്ജലി, എടി അഞ്ജലി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദിനി മിന്ദും എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. എന്താ എന്താ രാഘവേട്ട, ഞാൻ നിന്നെയാണോ അവിടെ വിളിച്ചത്? അഞ്ജലി എന്നല്ലേ വിളിച്ചത്, നിന്റെ പേര് അഞ്ജലി എന്നാണോ? അവിടെ നിന്ന് മാറി നിൽക്ക്, എനിക്ക് കാണേണ്ടത് സംസാരിക്കേണ്ടത് അവളോടാ, ആ അഞ്ജലി എടുത്ത്. അതിനു മുമ്പേ നിങ്ങളടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ, ആ അഞ്ജലിനെ ഇവിടുന്ന് പുറത്തേക്ക് വിടരുതെന്ന് ഞാൻ നിങ്ങളത് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ രാഘവേട്ട, അവളിവിടുന്ന് പുറത്തേക്ക് പോകാൻ പോയപ്പോഴേ ഞാൻ അവളെ തടഞ്ഞു നിർത്തിയതാണ്, പുറത്തേക്ക് പോവരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയപ്പോൾ അവൾ എൻ്റെ കൈ തട്ടി മാറ്റിയിട്ടാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത്. അവളൊരു അഹങ്കാരിയാ രാഘവേട്ട എന്ന് പറയാണ്. അവളുടെ അഹങ്കാരമൊക്കെ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അവളെ വിളിച്ചിങ്ങോട്ട് കുറേ നേരമായാലും വിളിക്കുന്നത്, ഇനി ആ തമ്പുരാട്ടിക്ക് എഴുന്നള്ളാനായിട്ട് സമയവും കാലവും എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനെ അഞ്ജലി അവിടേക്ക് വരുവാട്ടോ. തൊട്ടു പിന്നാലെ അർജുനും വരുന്നുണ്ട്. അഞ്ജലിനെ കാണുമ്പോൾ രാഘവന് പറയണ്ടോ, ഓ മഹാറാണി വന്നല്ലോ, വാ വാ വാ, എനിക്ക് മഹാറാണിയുടെ അടുത്താണ് സംസാരിക്കേണ്ടത് എന്ന് പറയാണ്. അഞ്ജലി നിലത്തേക്ക് വരുമ്പോഴേക്കും ഒന്നും തന്നെ മിണ്ടുന്നില്ല അഞ്ജലി. രാഘവനോട് ചോദിക്കേണ്ട, അല്ല നീ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറഞ്ഞിട്ട്, ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു, അതിനിപ്പോ എന്താ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ജില്ലാ കോടതിന്റെ ആ ഒരു ഏരിയയിലേക്ക് പോലും നീ വന്നു പോരുന്നത്, നിന്റെ ജീവിതവും ജീവനും ഇനി ഇവിടെയാണ്, ശംഖുചക്രം തറവാട്ടിലെ അടക്കളയിലെ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട്, അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ, എനിക്കുള്ള ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ പോകും, ഞാൻ വരും, എല്ലാം ചെയ്യും, കല്യാണം കഴിച്ചു വെച്ചാൽ എൻ്റെ സ്വാതന്ത്ര്യമൊന്നും എനിക്ക് ആരുടെ മുമ്പിൽ അടിയറവ് വെക്കേണ്ട കാര്യമില്ല, ഞാൻ അഡ്വക്കേറ്റ് അഞ്ജലിയാണ്, അതുകൊണ്ട് എനിക്ക് കോടതിയിൽ പോകേണ്ട കാര്യങ്ങളും ഉണ്ട്. ഓഹോ, അപ്പൊ നീ രാഘവനെ ധിക്കരിക്കാൻ തന്നെ തീരുമാനിച്ചു എല്ലടി ധിക്കാരി എന്ന് പറയുമ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് അർജുൻ അവിടേക്ക് വരുന്നുണ്ട്. അർജുൻ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ കുറെ നേരം ഇത് കേട്ടോണ്ടിരിക്കണത്, ഇത് കുറച്ച് കൂടുതലായിട്ട് അച്ഛനെ തോന്നണില്ലേ, അച്ഛന് നാണമില്ലേ അച്ഛാ അഞ്ജലിനെ ഇതുപോലെയൊക്കെ പറയാണ്ട്? നീ എന്താ ഇവിടെ നിന്ന് വന്നൂടാ, നിനക്ക് നാണമില്ലടാ നിന്റെ ഭാര്യനെ അടക്കി നിർത്താനായിട്ട്? അതെ, എൻ്റെ ഭാര്യ കോടതിയിലേക്ക് പോകും, അത് അവളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ശരിയാ, തൊട്ടു പിന്നാലെ നീയും ഓടി വന്നിരുന്നല്ലോ, എന്തായാലും എന്നെ അനുസരിക്കാത്ത ആരെയും എനിക്ക് ഈ വീട്ടില് വേണ്ട, പറഞ്ഞത് മനസ്സിലായ രണ്ടാൾക്കും എന്ന് ചോദിക്കുമ്പോഴേക്കും രാഘവേട്ട എന്ന് പറഞ്ഞിട്ട് നന്ദിനി വരുന്നുണ്ട്. എന്താ നന്ദിനി, നിനക്ക് ഇങ്ങനത്തെ ഒരു മോൻ ഇനി ഇല്ല, അത്ര മാത്രം നീ വിചാരിച്ചാ മതി. എടാ കടക്കട പുറത്ത് എന്ന് പറയാണ്. അർജുൻ അത് കേൾക്കേണ്ട താമസം വേഗം തന്നെ റൂമിലേക്ക് ഓടിപ്പോവാണ്. അഞ്ജലിക്ക് അവിടെ എന്തൊക്കെയാ നടക്കണമെന്ന് ഒന്നും മനസ്സിലാവണില്ല. അഞ്ജലി അവിടെ തന്നെ അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുവാട്ടോ. അർജുൻ നേരെ മുകളിലേക്ക് പോയിട്ട് അർജുന്റെ സാധനങ്ങളൊക്കെ ബാഗിൽ നിറച്ചു വെക്കുവാണ്. ശേഷം അഞ്ജലിയുടെ സാധനങ്ങളും വേറൊരു ബാഗിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ 2 ബാഗായിട്ടാണ് അർജുൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അഞ്ജലിയുടെ കൈ പിടിക്കുന്നുണ്ട്, വാടോ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ പോകാം എന്ന് പറയണം.
ഇത് കേൾക്കുന്നത് നമ്മുടെ രാഘവനുണ്ണി ഞെട്ടിപ്പോണം. ഒരിക്കലും രാഘവനുണ്ണി വിചാരിച്ചില്ല കേട്ടോ. പറയുമ്പോൾ തന്നെ അർജുൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു, അതും അഞ്ജലിനെ കൂട്ടിക്കൊണ്ട്. പക്ഷെ അവിടെ നിന്ന് പോയാലും ശരിയാവില്ല. കാരണം അർജുനും അഞ്ജലിയും അവിടെ നിന്ന് പടി ഇറങ്ങിക്കഴിഞ്ഞാൽ രാഘവനുണ്ണിക്ക് നന്നായിട്ട് അറിയാം ഇവർ നല്ല രീതിയിൽ ജീവിക്കുമെന്നും പിന്നെ അഞ്ജലി എപ്പോഴും കോടതിയിലേക്ക് പോകുമെന്നും പത്മ കാർത്തിക് കേസ് അഞ്ജലി വാദിക്കുമെന്നൊക്കെ നമ്മുടെ രാഘവനുണ്ണിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അർജുൻ പോകുമ്പോൾ രാഘവനുണ്ണിക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അഞ്ജലിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും പിന്നെ അവർക്ക് ഒരു ഇഷ്ടം പോലെ ചെയ്യാലോ. അങ്ങനെ അർജുൻ അഞ്ജലിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പടി ഇറങ്ങുന്ന സമയത്ത് അവിടേക്ക് അഭി വരുവാണ്. നിൽക്ക്, രണ്ടുപേരും കൂടി എവിടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അർജുൻ പറയണ്ട്, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഏട്ടാ, മടുത്തു. അച്ഛൻ പറഞ്ഞ അനുസരിച്ച് കേൾക്കാനൊന്നും എനിക്ക് പറ്റില്ല. അറിയാലോ, ഇപ്പോൾ എൻ്റെ ഭാര്യനെയും അച്ഛൻ വിലക്ക് വെച്ചിരിക്കുക. ഇവിടെ നിന്ന് പുറത്ത് പോവരുത്, കോടതിയിൽ പോവരുത്, അടുക്കളയിൽ ഭക്ഷണവും വെച്ച് ഇവിടെ തന്നെ കഴിയണമെന്ന്. അങ്ങനെ പറയാൻ അച്ഛന് ആരാ അധികാരം കൊടുത്തത് എന്ന് പറയുമ്പോഴേക്കും അഭി പറയണ്ട, അച്ഛൻ എന്താ അച്ഛാ, അഞ്ജലി അവൻ്റെ ഭാര്യയാണ്. അഞ്ജലി അവന്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് അവനല്ലേ, അല്ലാതെ അച്ഛനല്ലല്ലോ. അച്ഛൻ ചെയ്യേണ്ടത് അച്ഛന്റെ ഭാര്യ, അതായത് ഞങ്ങളുടെ അമ്മയുടെ കാര്യങ്ങൾ നോക്കുക, അമ്മേനെ നിലക്ക് നിർത്തുക എന്നുള്ളതാണ്. അവന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് അവനെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തോട്ടെ, അച്ഛൻ എന്താ എന്ന് അഭി ചോദിക്കുമ്പോഴേക്കും രാഘവനുണ്ണി പറയണ്ട, ഓഹോ മക്കളൊക്കെ അപ്പൊ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയല്ലേ നന്ദിനി, കൊള്ളാം. നമ്മുടെ മക്കളൊക്കെ നമ്മളെക്കാളും വലുതായ കാര്യം നമ്മൾ അറിഞ്ഞില്ല. എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഇനി ഒന്നും പറഞ്ഞില്ല. രാഘവനുണ്ണി തോറ്റോണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇങ്ങനെ തോറ്റ രാഘവനുണ്ണിയെ നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റില്ല, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് രാഘവനുണ്ണി മുകളിലേക്ക് പോവാണ്. നന്ദിനി പറയണ്ട്, എടാ ഇവളെയും കൂട്ടിക്കൊണ്ട് പോവാണെങ്കിൽ നിനക്ക് പൊയ്ക്കൂടെ? ജന്മം തന്ന അമ്മേനെക്കാളും അച്ഛനെക്കാളൊക്കെ നിനക്ക് വലുത് ഇന്നലെ കണ്ട് ഇവളാണെന്നുണ്ടെങ്കിൽ പൊയ്ക്കൂടെ, നീ പൊയ്ക്കോ. പക്ഷെ മേലാൽ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് നീ വീട്ടിലേക്ക് കാല് കുത്തി പോരുത്. നിനക്ക് ഇങ്ങനത്തെ ഒരു അമ്മയുമില്ല, ഇങ്ങനത്തെ ഒരു അച്ഛനുമില്ല. അങ്ങനെ ഓർത്ത് നീ ജീവിച്ചോ. ഇനി എന്തായാലും ഞങ്ങൾക്ക് നിന്നെ വേണ്ടടാ. കാരണം ഇവളെ കണ്ടിട്ട് നീ ഞങ്ങളെ മറന്ന നിന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദിനി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാട്ടോ. എന്ത് പറയണ്ട്, എന്നാലും അർജുനെ കഷ്ടം തന്നെ. നിന്റെ അച്ഛനും അമ്മയും നിങ്ങൾക്കൊക്കെ എന്ത് കുറവാണ് ഉണ്ടാക്കിയേക്കണത്. നിങ്ങൾക്കൊക്കെ പൈസയും അതുപോലെ തന്നെ പഠിപ്പും എല്ലാം നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ബൈക്കിന് ബൈക്ക്, കാറിന് കാറ്, നിങ്ങൾക്ക് നല്ലൊരു ജോലി, വിദ്യാഭ്യാസം എല്ലാം തന്നിട്ടില്ലേ? എന്നിട്ട് അവസാനം അവരെ തള്ളി പറഞ്ഞു. ഒരു പെണ്ണ് വന്നപ്പോഴേക്കും കൊള്ളാം, നല്ലതന്നെ, എന്നാലും എൻ്റെ അഞ്ജലി നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു, ഇവൻ ഈ രീതിയിൽ നീ മാറ്റിയെടുത്തല്ലോ എന്ന് ഇന്ദും കുത്തി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുവാട്ടോ. അഭി അർജുനോട് പറയണ്ട്, അർജുൻ നീ ഇപ്പൊ ഇവിടുന്ന് പോവരുത്, പോയാൽ ശരിയാവില്ല എന്ന് പറയണ്ട്. പിന്നെ എല്ലാം നിന്റെ ഇഷ്ടം. നിനക്കിവിടെ സപ്പോർട്ടായിട്ട് ഞാനും അതുപോലെ തന്നെ ഗോവിന്ദൻ ചെറിയച്ഛനും രമ്യ ചെറിയമ്മയും മുത്തശ്ശിയും എല്ലാവരും ഇല്ലേ, നീ ഇവിടെ നിൽക്ക്. അച്ഛനപ്പത്തെ ദേഷ്യത്തിൽ പറഞ്ഞാണ്, അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം എന്ന് അഭി പറയണ്ട്. അപ്പൊ അനുപം അത് വേറൊരു രീതിയിലായിട്ട് എടുക്കണത്. ഓ, അഞ്ജലി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അർബിക്ക് പിന്നെ അഞ്ജലിനെ കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്നാണ് വിചാരിക്കണത് നമ്മുടെ അനുപമ. ശരിക്കും പറഞ്ഞാൽ അഭി എന്തുദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതിന്റെ വീക്കെൻഡ് പ്രൊമോ വരാൻ പോണത് നാളെയാണ്. കാരണം ശനിയാഴ്ചയും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറഞ്ഞാൽ ഈ സീരിയൽ ഉണ്ട്. അപ്പൊ നാളെ വീക്കെൻഡ് പ്രൊമോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാത്തിരുന്ന് കാണുക. പിന്നെ എപ്പിസോഡും രാവിലെ അപ്ലോഡ് ചെയ്യും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.